പരമ്പരാഗത മാലയുടെ ലോക്കറ്റിനുള്ളിൽ തൃച്ചംബരത്തെ അടുക്കളക്കാരിയുടെ ഫോട്ടോ, അതും ആനന്ദേട്ടന്റെ കൂടെ. കണ്ടിട്ട് എനിക്ക് കലി വരുന്നുണ്ട്. പക്ഷേ ഇതൊരു കണക്കിന് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. നല്ലതോ? എന്താ ഈ പറയുന്നത്? ആനന്ദേട്ടന്റെയും കല്യാണിയുടെയും ഫോട്ടോയുള്ള ഈ ലോക്കറ്റ് നേരെ കൊണ്ടുപോയി അഖിലാന്റിയെ കാണിക്കണം. ഒരു പൂരവും വെടിക്കെട്ടും കാണാനുള്ള വകയായി. ജയന്തി പറയുന്നത് കാര്യമാണ്. അതാണ്. ഈ ലോക്കറ്റ് കാണിച്ച ആ അടുക്കളക്കാരിയെ നമുക്കിവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കണം. എന്താ ഗംഗെ ഒന്നും ആലോചിക്കാതെ വല്ലതും വിളിച്ചു പറയുന്നേ? തല നിറയെ മണ്ടത്തരങ്ങളുമായി നടക്കുന്ന ഇവള് പറയുന്നത് കേട്ട് നീയും തലയാട്ടുന്നു. ഈ ചെയിൻ കൊണ്ടുപോയി അഖിലേച്ചിയെ കാണിച്ച പുകഞ്ഞു പുറത്താകാൻ പോകുന്നത് അടുക്കളക്കാരിയല്ല, ഈ ഞാനായിരിക്കും. അല്ല, ആന്റി എങ്ങനെ പുകയെന്ന ഈ പറയുന്നത്? പിന്നെ എന്ത് നടക്കുമെന്നാ നീ വിചാരിക്കുന്നെ? നീ പഴയ കാര്യങ്ങളൊക്കെ മറന്നുപോയോ? ആനന്ദും അടുക്കളക്കാരിയും തമ്മിലുള്ള ഫോട്ടോ വർക്ക് ചെയ്ത ആ കപ്പ് അഖിലയെ കാണിച്ചപ്പോ എന്താ സംഭവിച്ചേ? ആ കപ്പുമായിട്ട് ആനന്ദിനും കല്യാണിക്കും യാതൊരു ബന്ധവുമില്ലെന്നും ഇത് ഗംഗയുടെ പരിപാടിയാണെന്നും അവൻ തെളിവ് സഹിതം വിശ്വസിപ്പിച്ചില്ലേ? നമ്മൾ ഇവിടെ ആലോചിക്കുന്നതിന്റെ ഉത്തരം അവൻ അവിടെ പ്രവർത്തിച്ച് കാണിക്കും. അവൻ ആരാ മുതല്? ഇപ്പോ ഞാൻ ഈ മാല കൊണ്ടുപോയി അഖിലയെ കാണിച്ചാലും അഖിലയുടെ മുന്നിൽ ഈ ലോക്കറ്റിനുള്ളിൽ ആനന്ദിന്റെയും കല്യാണിയുടെയും ഫോട്ടോ വെച്ചത് ഞാനാണെന്നും അവൻ അഖിലയെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. പിന്നെ അതിന്റെ പേരിലായിരിക്കും അഖില തൃച്ചംബരത്തുനിന്ന് എന്നെ അടിച്ചു പുറത്താക്കുന്നത്. അപ്പോ കഷ്ടപ്പെട്ട് കട്ടോണ്ട് വന്ന ഈ മാല കൊണ്ട് മൊത്തത്തിൽ ഒരു പ്രയോജനം ഇല്ലാന്ന അർത്ഥം. ദാനം കൊടുത്തതൊന്നും തിരിച്ചു വാങ്ങിക്കാത്ത മഹത്തായ പാരമ്പര്യമുള്ള തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി ഈ പരമ്പരാഗത മാല തിരിച്ചു ചോദിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു വലിയ കാര്യമുണ്ടാവും. വിശ്വസ്തനായ ദാസ് പരമ്പരാഗത മാല കാണാനില്ലെന്ന് ഇവിടെ വന്ന അഖിലയോട് പറഞ്ഞാൽ ഈ പരമ്പരാഗത മാലയുടെ മൂല്യമറിയാതെ നഷ്ടപ്പെടുത്തിയതിന് അഖില ഉറപ്പായിട്ടും ദാസിനെ അടിച്ചു പുറത്താക്കും. കാരണം അഖിലയ്ക്ക് വല്ലാത്തൊരു സെന്റിമെന്റ്സായി ഈ പരമ്പരാഗത മാലയോട്. എന്നിട്ടാണോ ഈ മാല അടുക്കളക്കാരുടെ കഴുത്തിൽ ചാർത്തി കൊടുത്തത്? അത് അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ലേ? അതിലിപ്പോ അഖിലയ്ക്ക് കുറ്റബോധം ഉണ്ടാവും. ഏതായാലും ഇതിപ്പോ വെറും ഒരു മാലയല്ല, ദാസിനെയും മകളെയും തൃച്ചംബരത്ത് നിന്ന് അടിച്ചിറക്കി ചാണകവെള്ളം തളിക്കാനുള്ള മാർഗമാണ്. സൂപ്പർ ആന്റി. ദൈവമേ, ആ മാല ഇതവിടെ പോയി? അയ്യോ, ഞാനിവിടെയാണല്ലോ വെച്ച. ദൈവമേ, ഞാൻ അഖില മേഡത്തിനോടൊത്ത് മറുപടി പറയും. ശരിയെന്നാ, ഓക്കെ. ഈശ്വര, അഖില മേഡം പറഞ്ഞ സമയമായി. മാഡം മാല ചോദിക്കുമ്പോ ഞാൻ എന്താ പറയാ?
ആ ദാസേട്ടാ. എന്തേ മാഡം എന്നെ വിളിച്ചോ? ഇല്ല, ഞാനേ നമ്മുടെ ഹനിയൻകുട്ടനൊന്ന് കാണാൻ വന്ന. അവയുടെ അവൻ രാവിലെ ബാറ്റെടുത്ത് അവിടെ കളിക്കാൻ പോയി കുഞ്ഞേ. എന്താ ദാസേട്ടാ വല്ലാത്ത ടെൻഷൻ ഉണ്ടല്ലോ, എന്ത് പറ്റി? എന്ത് സംഭവിക്കാനാ നീ കുഞ്ഞെ? എല്ലാം പോയില്ലേ? എന്തു പോയിന്ന ദാസേട്ടൻ പറയുന്നേ? ആ പരമ്പരാഗത മാല കാണാനില്ല കുഞ്ഞെ. ദാസേട്ടൻ എന്തൊക്കെയാ പറയുന്ന? വീട് മൊത്തം പരിശോധിച്ചോ? വീട് മുഴുവൻ ഞാൻ അരിച്ചു പെറുക്കി നോക്കിയാനേ കുഞ്ഞെ, എങ്ങും കാണുന്നില്ല. എന്റെ ദൈവമേ. വിലാസിനി മാഡം പറഞ്ഞ സമയം എടുത്തു. അഖില മാഡത്തിന്റെ മുമ്പിൽ ഞാൻ ഇനി എന്ത് പറഞ്ഞു ചെല്ലും? ദൈവമേ. ദാസേട്ടൻ വിഷമിക്കാതിരിക്കട്ടോ, ധൈര്യമായിട്ടിരിക്കെ. നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. അരവിന്ദാണല്ലോ. കമ്പനിയിൽ എന്തെങ്കിലും കാര്യം പറയാനായിരിക്കും. ഹലോ ബ്രോ ഇപ്പൊ എവിടെയാ? കാര്യം പറ അരവിന്ദേ. ബ്രോ ഒരു പ്രശ്നമുണ്ട് ബ്രോ. ഒരു മിനിറ്റ്, വണ്ടി ഒന്ന് സൈഡാക്കട്ടെ. അരവിന്ദേ, എന്താ പ്രശ്നം പറയൂ. നമ്മുടെ ദാസേട്ടന്റെ കയ്യിലിരുന്ന പരമ്പരാഗത മാല കാണാനില്ല. എടാ, അത് ഔട്ട് ഹൗസിൽ തന്നെ ഉണ്ടാവും, അല്ലാതെ എവിടെ പോവാനാ? ദാസേട്ടനോട് നല്ലതുപോലെ നോക്കാൻ പറയൂ. അതൊക്കെ നോക്കി ബ്രോ, ഇവിടെ കാണുന്നില്ല. ദാസേട്ടനോട് ആകെ തളർന്നു നിൽക്കുക. നീ ദാസേട്ടന്റെ കയ്യിൽ ഫോൺ കൊടുക്ക. ആ ഓക്കെ. ദാസേട്ട ബ്രോയെ സംസാരി. വലിയ കുഞ്ഞെ പറയൂ ദാസേട്ടാ, എന്താ ഉണ്ടായത്? ഞാൻ വീട്ടിൽ വെച്ചിരുന്ന ആ മാല അവിടെ കാണാനില്ല വലിയ കുഞ്ഞെ. ഇനി ഒരിടത്തും തിരയാനില്ല. ദാസേട്ടൻ വിഷമിക്കണ്ട, നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാം. ഞാൻ വരുന്നത് ഒരു അമ്മയുടെ മുന്നിലേക്ക് പോണ്ട, ഞാൻ ഉടനെ വരാം. ശരി വലിയ കുഞ്ഞെ. ഹലോ. അരവിന്ദ്, ഞാൻ വരുന്നത് വരെ ദാസേട്ടനെ അമ്മയുടെ മുന്നിലേക്ക് വിടരുത്. ഞാൻ ഉടനെ വരാം. ആ ശരി ബ്രോ, ശരി ഓക്കെ. ആരാ വലിയ? അരവിന്ദ, ഓഫീസിൽ നിന്ന്. പുതിയ IT പ്രോജക്റ്റിന്റെ മീറ്റിംഗ് അടുത്ത ആഴ്ച. ദൈവമേ, 2 മണിക്കൂർ കഴിഞ്ഞു. ആലയമായി ചെല്ലുമെന്ന് കരുതി മാഡം കാത്തിരിക്കുന്നുണ്ടാവും. ഞാൻ എന്തു പറയും? ഇങ്ങനെ നീറി നീറി ഇവിടെയൊന്നും നടന്നിട്ട് കാര്യമില്ല ദാസേട്ടാ.
ആ മാലയൊന്നും നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ പോകുന്നില്ല. അയ്യോ, ദാസേട്ടാ ഇവിടെ വന്ന് നിൽക്കുകയാണോ? അവിടെ അഖിലേച്ചി കാത്തിരിക്കുക. എന്താ ദാസേട്ടാ ആകെ ഒരു ടെൻഷൻ? എന്താളേ മേ? അല്ല, അഖിലേച്ചി പറഞ്ഞിട്ട് ദാസേട്ടനെ വിളിക്കാൻ ഞാൻ വന്നതാ. വരൂ ദാസേട്ടാ, സമയം പോകുന്നു. ആ ദാസേട്ടാ, പരമ്പരാഗത മാല ഇപ്പൊ കിട്ടുമെന്ന് കരുതി കാത്തിരിക്കുക അഖില. വിശ്വസ്തൻ വെറും കൈയോടെ വന്ന് മാലയില്ലാന്ന് പറയുമ്പോ ഇവിടെ നടക്കാൻ പോകുന്ന ഭൂകമ്പം അതൊന്ന് കൺകുളിർക്ക കാണാം. എന്റെ ദൈവമേ, ഇവിടെ എന്തൊക്കെ നടക്കാൻ പോകുന്നതെന്നൊന്നും അറിയില്ല. ആ ദാസേട്ടാ, രാഹുലൊക്കെ കഴിഞ്ഞു. ചേച്ചി പരമ്പരാഗത മാലയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. മാല എടുത്തു കൊടുക്ക്. എന്ത് പറ്റി ദാസ്? ദാസ് എന്താ വല്ലാതെ നിൽക്കുന്നത്? ഓ, അത് വേറൊന്നും ആയിരിക്കില്ല ശിവരാമേട്ട. ദാസേട്ടന് മാല കൊടുക്കുന്നതില് ചിലപ്പോ മനപ്രയാസം കാണുമായിരിക്കും. ദാസേട്ട ആ മാല എടുത്ത് ടീപ്പോയിലോട്ട് വെച്ചേക്ക്. ബ്രോയാണെങ്കിൽ ഒന്നും കാണുന്നില്ലല്ലോ. മാഡത്തിനോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഭദ്രമായിട്ട് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ആ മാല ഇപ്പൊ കാണുന്നില്ല. എന്താ പറഞ്ഞത്? പരമ്പരാഗത മാല കാണുന്നില്ലെന്നോ? സൂക്ഷിച്ച് പെട്ടിക്കുള്ളിൽ വെച്ചിരുന്നു മാഡം. എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. ദാസേട്ടാ, നിങ്ങൾ എന്താ ഈ പറയുന്നേ? പരമ്പരാഗത മാല കാണാനില്ലെന്നോ? നാടകം കളിക്കാതെ വേഗം മാല എടുത്തു കൊടുക്ക്. മാഡം എന്താ ഈ പറയുന്നേ? ഞാൻ മനഃപൂർവ്വം മാല മാറ്റി വെച്ചിരിക്കണെന്നോ? പിന്നല്ലാതെ. മാഡം, കല്യാണി പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന മാലയാ. ഞാനതൊരു തലമാരിയിൽ വെച്ചത്. ഇപ്പൊ ചെന്ന് നോക്കുമ്പോ അത് കാണുന്നില്ല. വീട്ടിലെല്ലായിടത്തും പരിശോധിച്ചോ ദാസ്? വീട് മുഴുവൻ അരിച്ചു പെറുക്കി സാർ, മാല കാണാനില്ല. എവിടെ പോയി എന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല സാർ. കൊടുത്തതൊന്നും തിരിച്ചു ചോദിക്കുന്ന ശീലവും പാരമ്പര്യവും തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്കില്ല. അങ്ങനെയുള്ള ഞാൻ ആ മാല തിരിച്ചു ചോദിച്ചതിന് പിന്നിൽ എനിക്ക് പ്രധാനപ്പെട്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അത് ദാസേട്ടൻ അറിയില്ല. ഇതിപ്പോ വന്ന് വീട്ടിൽ വെച്ചിരുന്ന മാല കാണാനില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ നിങ്ങളിൽ നിന്നും ഇത്തരമൊരു പ്രവൃത്തി പ്രതീക്ഷിച്ചതേ അല്ല ദാസേട്ടാ. മാഡം എന്നെ സംശയിക്കരുത്. അതൊരിക്കലും എനിക്ക് താങ്ങാനാവില്ല. ഞങ്ങളുടെ കുടുംബത്തിന്റെ പരമ്പരാഗത മാല കാണാത്തത് ഞങ്ങൾക്കും താങ്ങാനാവില്ല. അതുകൊണ്ട് മാല എടുത്തു കൊടു. ഇളയമ ഒന്ന് നിർത്ത്. അമ്മേ, ദാസേട്ടൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ആ മാല നഷ്ടപ്പെടുത്തില്ല. ദാസേട്ടന്റെ വിശ്വാസ്യത ഞങ്ങളെക്കാൾ കൂടുതൽ അമ്മയ്ക്ക് അറിയാലോ. അതുകൊണ്ട് അമ്മ ദാസേട്ടനെ തെറ്റിദ്ധരിക്കരുത്. അതെ അമ്മ, ബ്രോ പറഞ്ഞത് ശരിയല്ലേ? ഇത്രയും വിശ്വസ്തനായ ദാസേട്ടനെ വേണ്ട. ദാസേട്ടന്റെ വിശ്വസ്തതയെക്കുറിച്ച് എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. ദാസേട്ടനെ കുറിച്ച് അറിയാവുന്നത് കൊണ്ട് മാത്രം ഞാൻ ഇത്രയും നേരവും പ്രതികരിക്കാതിരുന്നത്. പക്ഷേ
ഇനി ദാസേട്ടന്റെ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കേണ്ടത് ദാസേട്ടൻ തന്നെയാ. 24 മണിക്കൂർ സമയം ഞാൻ തരുന്നു. അതിനുള്ളിൽ എന്റെ പരമ്പരാഗത മാല എന്റെ കയ്യിൽ കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ പിന്നീട് കാണാൻ പോകുന്നത് ഈ അഖിലാണ്ടേശ്വരി ആയിരിക്കില്ല. ഇനി ദാസേട്ടന്റെ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കേണ്ടത് ദാസേട്ടൻ തന്നെയാ. 24 മണിക്കൂർ സമയം ഞാൻ തരുന്നു. അതിനുള്ളിൽ എന്റെ പരമ്പരാഗത മാല എന്റെ കയ്യിൽ കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ പിന്നീട് കാണാൻ പോകുന്നത് ഈ അഖിലാണ്ടേശ്വരി ആയിരിക്കില്ല. ദാസ് സാർ, വിഷമിക്കാ ദാസ്, സമാധാനമായിട്ടിരിക്കും. ഇവിടെ അലമാരയിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന മാല എങ്ങനെ പോയിന്ന് എനിക്കറിയില്ല സാർ. എന്നെ തെറ്റിദ്ധരിക്കരുത്. ദാസിനെ ആരും തെറ്റിദ്ധരിക്കില്ല ദാസ്. ഞങ്ങൾ ദാസിനെ ആശ്വസിപ്പിക്കാൻ വന്നതാ. മാഡം 24 മണിക്കൂർ എനിക്ക് സമയം തന്നത്. അതിനുള്ളിൽ ഈ മാല കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തകരുന്നത് 25 വർഷത്തെ എന്നിലുള്ള വിശ്വാസം. ദാസേട്ടൻ ടെൻഷൻ ആവാതിരിക്കുക. CCTV സഹായത്തിനുണ്ട്. അതിന്റെ ക്യാമറ ഫുട്ടേജ് നോക്കി ഔട്ട് ഹൗസിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താം. ആന്റി, എനിക്കൊരു സംശയം. ക്യാമറ ഫുട്ടേജിൽ എങ്ങാനും നമ്മൾ ഔട്ട് ഹൗസിലേക്ക് പോയതെങ്ങാനും തെളിഞ്ഞിട്ടുണ്ടാവും ആന്റി? അരവിന്ദ്, ഗാർഡനിലും പരിസരത്തുള്ള എല്ലാ ക്യാമറകളും ചെക്ക് ചെയ്തു. എന്നിട്ട് അതൊന്നും വർക്കിംഗ് അല്ലായിരുന്നു. ഒന്നും റെക്കോർഡായിട്ടുമില്ല. ക്യാമറകളിലൊന്നും ഒരു കാര്യവും പതിഞ്ഞിട്ടുണ്ടാവില്ല. അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാ ഞാൻ ഈ പ്ലാൻ തയ്യാറാക്കിയത്. അപ്പൊ ഇത് വെൽ പ്ലാൻഡായ ഒരു മോഷണം തന്നെയാ. അച്ഛാ, ഇവിടുത്തെ CCTV വർക്ക് ചെയ്യില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴേ ഞാനത് തന്നെ ചിന്തിച്ചേ. കൃത്യസമയത്ത് CC ക്യാമ ഓഫ് ചെയ്യുകയും കൃത്യം നടന്നതിന് ശേഷം അത് ഓൺ ചെയ്യുകയും ചെയ്തിരിക്കുക. തൃച്ചംബരത്ത് എപ്പോഴും ആളുകളുള്ളതുകൊണ്ടും പുറത്തൊക്കെ ജോലിക്കാരുള്ളതുകൊണ്ടും ഇതിനകത്തേക്ക് പുറത്തുനിന്ന് ഒരു കള്ളം വരാൻ വഴിയില്ല. കറക്റ്റ്. ദാറ്റ് മീൻസ് തൃച്ചംബരത്തുള്ള ആരോ ഒരാൾ, അല്ലെങ്കിൽ അയാളുടെ അറിവോടെ മറ്റൊരാളാണ് ഇത് ചെയ്തിരിക്കുന്നത്. അല്ല ദാസേട്ടൻ ആരെങ്കിലും സംശയമുണ്ടോ? ഞാനാരെ സംശയിക്കാനും എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തുപിടി കിട്ടുന്നില്ല.
എന്താ എന്താ എല്ലാരും കൂടി?